മോളെ അയച്ചോ മോളെ ആദി സ്കൂളിൽ പോണ്ടേ? മോളെ ചുങ്കുടു നീക്ക് ആദ്യം അവളെ വിളിക്കണ്ട്. ആ ശരി തന്നെ, ഓരോരോ ദിവസം ഓരോരാളാണ് ഇതെന്തെന്നെ എല്ലാം മാറി, തലയൊന്നും കാണുന്നില്ലല്ലോ. അനു 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 മോളെ എണീക്ക് കുഞ്ഞു. അനു രാവിലെ ഒരു പാമ്പറിങ്ങെല്ലാം ഉണ്ടേ. ഗുഡ് മോർണിംഗ്. അനുവിനെ കാണുന്നില്ല. അയ്യോ അനുവിനെ കാണുന്നില്ല. കുക്കു 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 കുക്കു. ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. അനുവിന്റെ അതിന്റെയും സ്കൂളിലെ ഒരു ദിവസത്തിലെ റുട്ടീനാണ് കേട്ടാ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഇത് ഒറ്റൊരു ദിവസം കൊണ്ടെടുത്ത വീഡിയോ അല്ല, ഞാനിങ്ങനെ ഓരോ ദിവസമായി അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടാ. കാരണം ഒരു സ്കൂളിൽ പോകുന്ന ദിവസം നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട. ഇപ്പൊ എക്സാം നടക്കുകയെന്ന് അനുവിനെ അധികം, അതുകൊണ്ട് തന്നെ അവര് രാവിലെ എൻ്റെ കൂടെ തന്നെ എഴുന്നേക്കൂട്ടാ, എന്നിട്ട് കുറച്ച് സമയം പഠിക്കുവേ. ചില സമയത്ത് ഞാൻ ഇവരെ കൂടെ ഇരിക്കും കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിച്ചണിൽ പണിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും, അവരവിടെ ഇരുന്നിട്ട് പഠിക്കും. അങ്ങനെയാ ഉണ്ടാവലേ. ഇതിപ്പോ ഞാൻ കിച്ചണിൽ നിന്ന് ഇടക്ക് നോക്കിയിട്ട് എടുത്ത വീഡിയോ ആണ്. അന്നേരം എനിക്ക് തോന്നുന്നു സയൻസ് എക്സാമിന് പഠിക്കുകയെന്ന് കേട്ടോ അവര്. ഒരു 4:45 5 മണിയാവുമ്പോ എണീക്കുന്നതാണേ. പിന്നെ ഒരു 6 മണിയാവുന്ന സമയത്ത് പഠിത്തെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിച്ചിട്ട് വരും. പല്ലെല്ലാം തേച്ച് വാഷ്റൂമിലെല്ലാം പോയി സെറ്റായിട്ടായിരിക്കും പഠിക്കാനിരിക്കുന്നുണ്ടാവല്. പിന്നെ കുളിച്ചിട്ട് വേഗം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ മുടി കെട്ടി കൊടുക്കൽ ഒരു വലിയ എന്തെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കാണിത്. കാരണം രാത്രി തന്നെ ജടയെല്ലാം കളഞ്ഞ് വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ കണ്ടായതുപോലെ ആയിരിക്കുവേ. അന്നേരം അത് ജട കളയുന്ന സമയത്ത് ഇവർക്ക് ദേഷ്യം വരും, പക്ഷെ അത് കളയാണ്ടിരിക്കാനും ആവില്ലല്ലോ. എൻ്റെ മുടി പോലെ തന്നെയാണ് ഇവരുടെ കാര്യം, കാരണം പെട്ടെന്ന് ജട പിടിക്കും. അന്നേരം ഞാൻ ഇവര് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാര്യമെല്ലാം നോക്കി വേഗം റെഡിയായി നിന്നു കേട്ടാ. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു യുദ്ധം ഉണ്ടാവും. അവരെ ഫേവറേറ്റ് ചീർപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടൂല, അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ വേഗം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടേ. അന്നേരം അനു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇത് ഇവരെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഷെഡ്യൂൾ ചെയ്തിട്ടാണ്. ഒരാള് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത ആളായിരിക്കും രാവിലെ എഴുന്നേൽക്കല്. അതുപോലെയാണ് ആദ്യം ആര് എണീക്കുന്നത് എന്നുള്ളത് അവർക്ക് തമ്മിലൊരു എന്താ പറയല് സംഭവം ഉണ്ട്. അതിലങ്ങനെ പോവും. അല്ലാണ്ട് 2 ദിവസം അടുപ്പിച്ചിട്ട് ഓക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റതല്ലേ അതുകൊണ്ട് ഞാൻ കുളിക്കാം, അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല കേട്ടാ. അവരൊരു ടൈം ടേബിൾ പ്രകാരമാണ് എഴുന്നേൽക്കലും കുളിക്കലും എല്ലാം. ഞാൻ ഓൾറെഡി ഇവര് കുളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ എല്ലാം സെറ്റാക്കി വെക്കുവേ. മുടിക്ക് കെട്ടാനുള്ള ബുഷും പൗഡറും എല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടല്ലോ വെച്ചിട്ട് ഒരു സൈഡ് കെട്ടിക്കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ്, കറക്റ്റ് ആണോ ടൈറ്റ് ആണോ. ഇല്ലെങ്കിൽ ഊരിപ്പിക്കൂട്ടാ. ഇതുപോലെ ഒരിക്കൽ ഊരിച്ച് വീണ്ടും കെട്ടിക്കൊടുത്തതാണേ. കറക്റ്റ് എന്താ പറയാ കുറച്ച് പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാന്ന് മുടി കെട്ടുന്നതിന് നല്ല ക്ഷമ വേണം അനുവിനെ അധികം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളത് കെട്ടി റെഡിയാവുന്ന സമയത്ത് അനു കുളിച്ചിട്ട് വന്നു കേട്ടാ. ആ സമയം ആദ്യ വേഗം പോയിട്ട് ബാക്കിയിലെ പൗഡർ ഇടാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പോയിട്ടുണ്ടേ. പിന്നെ ഇവക്ക് വേഗം മുടി കെട്ടിയിട്ട് ആ സമയത്ത് മറ്റോള് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡി ആയിട്ട് വരും കേട്ടാ. ഇവക്ക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാല് എൻ്റെ ഏകദേശം പണി ഒന്ന് ഒതുങ്ങും. അനുവിൻ്റെ അതിൻ്റെ സ്കൂളിൽ ഒരു എക്സാം ഉണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഡിവൈസ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ അത് ഇന്നലെ രാത്രി ചാർജിനെല്ലാം കുത്തി സെറ്റാക്കി അതെടുത്തിട്ട് ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടാ. അത് മറക്കാണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവരെന്തായാലും ടാബ് കൊണ്ടുപോകും. പക്ഷെ ഞാൻ അന്നേരം വിചാരിക്കുന്നത് പണ്ടത്തെ ഒരു കാലഘട്ടം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്
ഞാൻ മൊബൈൽ എടുത്തതുകൊണ്ട് അത് ടീച്ചർ പിടിച്ച് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാഫ് റൂമിൽ. അത് 2014 കാര്യമാണെന്നേ പറയുന്നത്. ഇപ്പത്തെ കോളേജിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. അന്നേരം ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. ആ ഒരു ജനറേഷൻ മാറുന്ന സമയത്ത് എന്തെല്ലാം വ്യത്യാസമല്ലേ. പക്ഷെ അനുവിന്റെ അതിന് ടാബിൽ കുറേ ഗെയിംസും എല്ലാം ഉണ്ടായിന് കേട്ടാ. അന്നേരം എക്സാം റിലേറ്റഡ് ആയിട്ട് അജയേട്ടൻ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ടാബ് എന്തോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഗെയിംസ് കണ്ടിട്ട് ഒരു മീൻസ് ചില സമയം PDF എല്ലാണെങ്കിൽ ഞാൻ ഇവർക്ക് ടാബിൽ അയച്ചു കൊടുക്കും. അത് നോക്കിയിട്ടായിരിക്കും ഇവർ പഠിക്കലുണ്ടാവല്. അന്നേരം ആ ഒരു ശ്രദ്ധ ഡൈവേർട്ട് ആവാണ്ടാവാൻട്ട് എല്ലാ ഗെയിംസും സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിനെ. അതുകൊണ്ട് അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സ്കൂളിൽ നല്ല സ്ട്രിക്റ്റ് ആണേ. അവിടുന്ന് വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കും. ടീച്ചർ വേറൊന്നും കൊടുക്കാനോ നോക്കാനോ പെർമിഷൻ ഇല്ല കേട്ടാ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരെ പോയിട്ട് കാര്യം കഴിഞ്ഞിട്ട് നേരെ അത് എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അതാണ്. ഇത് മുന്നേ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ടാബ് മേടിച്ചത് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ രണ്ടാൾക്കും സെപ്പറേറ്റ് ഒരു ടാബ് മേടിക്കേണ്ട ആവശ്യമില്ല. ടാബേ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും മതിയല്ലോ. പക്ഷെ സ്കൂൾ റിലേറ്റഡ് ആയതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുത്തത് തന്നെ. മുന്നേ ഉണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ലോ. ഉള്ളതുകൊണ്ട് നമുക്കതൊരു പതിവ് കാഴ്ചയായി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വായിൽ വെച്ച് കൊടുക്കലേനെ ദോശയും ചമ്മന്തിയും ആക്കിയിട്ടുണ്ടായത്. കാരണം ഇവരെ ഒറ്റക്ക് കഴിക്കാൻ വിട്ട് കഴിഞ്ഞാലേ ഇപ്പോഴേ കഴിച്ച് തരൂല. അതുകൊണ്ട് വേഗം ദോശയെല്ലാം വായിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്നിട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാടും ഇറങ്ങാനുള്ള സമയമായിട്ടാ. എക്സാം തുടങ്ങിയതോടുകൂടിയിട്ടില്ലേ പുതിയൊരു ശീലാണ് ഈ ചന്ദനക്കുറി വെക്കല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സോപ്പിടാനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്നു എക്സാം കഴിഞ്ഞതിന് ശേഷം ഇവര് ഈ ശീലം മാറ്റുന്നുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാലോ എന്തായാലും സോപ്പിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അത്ര നാളും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ ഇടുന്നതല്ലാണ്ട്. ഇപ്പം ചായ കുടിച്ച ഉടനെ വേഗം പടിഞ്ഞാറ്റയിലെ സ്റ്റാൻഡിൽ പോയി തപ്പി കുറിയെടുത്ത് നെറ്റിയിൽ വെക്കുകയെ. കാണുമ്പോ നല്ല രസമാണ് കേട്ടാ. പിന്നെ നേരെ സ്കൂളിലേക്ക് നടന്നു പോവേനെ. ഇപ്പൊ അധികം നടന്നിട്ട് തന്നെയാ കൊണ്ടുവിടല് കേട്ടാ. കാരണം വണ്ടി ഇതുപോലെ ആർടിഎന്റെ പെയ്ഡ് പാർക്കിങ്ങിലായിരിക്കും ഇട്ടിട്ടുണ്ടാവല്. ഇവിടെ എവിടെയെങ്കിലും വെക്കും. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് വീണ്ടും റൗണ്ട് അടിച്ച് സ്കൂളിലാക്കി വീണ്ടും ഇതേ സ്ഥലത്ത് വെച്ച് വീണ്ടും വീട്ടിലേക്ക് നടക്കുന്നതിനെക്കാട്ടും നല്ലത് ഒറ്റ നടത്തം നടന്നു കഴിഞ്ഞാല് ഇതപ്പൊ നേരെ കാണുന്നത് അനുവിന്റെ അതിന്റെ സ്കൂളാണേ. അത്രയും നടക്കാനില്ലോ. അന്നേരം പിന്നെ കൊണ്ടാക്കിയിട്ട് വരുന്നതല്ലേ നല്ലത്. നടന്നിട്ട് കൊണ്ടാക്കിയിട്ട് വരുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് പിന്നെ ഇപ്പം ബാഗിന് അധികം വെയിറ്റ് ഒന്നുമില്ലല്ലോ. ആകെ എക്സാം മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലെ. എക്സാം മാത്രമേ ഉള്ളൂ. ഇവർക്ക് 11 മണിയാവുമ്പം ഇവർ എക്സാം കഴിയും, വീട്ടിലേക്ക് വിടും. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ബുക്കോ ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ട് പോകുന്നതല്ലേ സുഖം എന്ന് വിചാരിച്ചു. പിന്നെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് ഞാൻ വേഗം 2 ദോശ ഇട്ടുവേ എനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. തലേന്നത്തെ മീൻകറി ഉണ്ടായിനി. ഇത് ശരിക്കും നവരാത്രി ആരംഭം തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും രാവിലെ മീൻകറിയെല്ലാം കഴിക്കുന്നതെന്ന്. പൊതുവേല് കഴിക്കലുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഞാനൊരു 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ, 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. നല്ല കോഫി ഉണ്ടാക്കി, കാപ്പി നല്ല പാൽ കാപ്പി ഉണ്ടാക്കി, പിന്നെ കടലപ്പുഴുക്ക് കണക്കെ ആക്കിയിട്ടുണ്ടായിനി. അതും മീൻകറിയും ദോശയും. അത് TV എല്ലാം കണ്ടിട്ട് കഴിക്കണേ. ഫ്രീ ആയിട്ട് സമാധാനത്തിലിരുന്ന് സിനിമയെല്ലാം കണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ അളിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്റെ അഡിക്റ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിക്കല്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തുണി വിരിച്ചിടാനുണ്ടായി, ഉണങ്ങാനിടാനുണ്ടായിന്. അത് വേഗം മുകളിൽ പോയി അതെല്ലാം വിരിച്ചിട്ടുവേ. എന്നിട്ട് വന്നിട്ട് വേണം എനിക്ക് 11 മണിയാവുമ്പം അനുവിനെയും അതിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോകേണ്ടതാണ്. അതിന് മുന്നേ എൻ്റെ എല്ലാം ഞാൻ റെഡിയാക്കും കേട്ടോ. ഫുഡും എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ആദ്യം വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സമയം എനിക്ക് കിടന്നുറങ്ങാലോ അനുവിൻ്റെ അതിൻ്റെയും കൂടെ. രാവിലെ എഴുന്നേക്കുന്നത് അല്ലേ. അന്നേരം ആ ക്ഷീണം അങ്ങ് പോയി കിട്ടും.
രാത്രിയാണെങ്കിൽ അനുവിൻ്റെ അതിൻ്റെ കൂടി ഇരിക്കാനും പറ്റും. അവർക്കും അത്ര ഉറക്കം വരില്ല, പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വേഗം ചട്ടാപ്പടാന്ന് പറഞ്ഞിട്ട് എൻ്റെ പണിയെല്ലാം തീർക്കുന്നതാണേ. പിന്നെ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിനി. അതെല്ലാം ക്ലീൻ ചെയ്ത് ഫുഡെല്ലാം റെഡിയാക്കി. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് പോവേണ്ട തിരക്കും കൂടി ആയല്ലോ. പിന്നെ അങ്ങനെ വേഗം റെഡിയായി. അനുവിനെയും അതിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പോവാൻ റെഡിയായി വെക്കേനെ ഞാൻ. ഇപ്പൊ 11 മണിക്ക് വിടുന്നത് കൊണ്ട് തന്നെ റോഡിലൊന്നും അധികം തിരക്കുണ്ടാവില്ല കേട്ടാ. അല്ലെങ്കിൽ നോർമൽ ടൈമിങ്ങിലാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇവരെ കൂടാണ്ട് വേറെ 2 സ്കൂളും വിടുന്നുണ്ട്. അന്നേരം എല്ലാം കൂടി നല്ല കൺജസ്റ്റഡ് ആയിരിക്കുവേ. റോഡൊന്നും കാണാനേ ആവില്ല, അത്രയും തിരക്കായിരിക്കും ഉണ്ടാവില്ല കേട്ടോ, ബ്ലോക്കെല്ലാം ആയിട്ട്. അങ്ങനെ പിന്നെ മെല്ലെ നടന്ന് അനുവിനെയും അതിനെയും കൂട്ടാൻ വേണ്ടിട്ട് സ്കൂളിന്റെ അടുത്ത് എത്തി. സ്കൂളിന്റെ അടുത്ത് മുമ്പിൽ പിന്നെയും വണ്ടികളിലും ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരിലായിട്ട്. പിന്നെ അങ്ങനെ അവരെയും പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലെത്താനായി. വീട്ടിലെത്തിയാടും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ വേഗം ആടെ അതുപോലെ അങ്ങ് കിടക്കൂട്ടാ. അത് ID കാർഡ് പോലും മാറ്റിയിട്ടില്ല. പിന്നെ ആടുന്ന് തുടങ്ങും ഓരോരോ വിശേഷം പറയല്. ഇപ്പൊ ഇത് എക്സാം ആയതുകൊണ്ട് നോട്ട് എടുത്തിട്ട് ഏതെല്ലാം വന്നിനി, എന്തെല്ലാം എഴുതിനി എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നേ. എനിക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇത് എഴുതിനി ഇത് എഴുതിയിട്ടില്ല പറഞ്ഞിട്ട് സങ്കടപ്പെടുമ്പോ ഞാനത് വലിയ കാര്യമാക്കില്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പരിപാടി ഇഷ്ടമല്ല. എഴുതിയത് എഴുതി, ഇനി നമ്മൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞില്ലേ, ഞാൻ അന്നേരം പറയും നാളത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നാടി ഇരിക്കുന്ന സമയത്ത് എണ്ണയെല്ലാം തേച്ച് കൊടുത്തിട്ട് അവർ കുളിക്കാൻ വേണ്ടിട്ട് കയറിയേ. ഞാൻ പറഞ്ഞിട്ട് ഒരു 11 മണി 11:15 ആകുമ്പോൾ വീട്ടിലെത്തുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് കയറിയ ഉടനെ നല്ല ചൂട് നെയ്റോസ്റ്റും ഓൾറെഡി ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായി, അതും കൂടിയും കൊടുത്തു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം TV എല്ലാം കണ്ടിട്ട് ഹാളിൽ തന്നെ വിരിച്ചു കൂട്ടാ, കുറച്ച് സമയം കിടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ട്. കാരണം രാവിലെ എഴുന്നേക്കുന്നതല്ലേ, അനുവാദി ആയാലും ഞാനായാലും രാവിലെ എഴുന്നേക്കുന്നതുകൊണ്ട് ഹാളിൽ വിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് റൂമിലെല്ലാം പോയി വാതിലെല്ലാം അടച്ച് കിടന്നു കഴിഞ്ഞാല് നല്ലോണം അങ്ങ് ഉറങ്ങും. ഹാളിലാവുമ്പോ അത്ര അധികം അങ്ങ് ഉറങ്ങൂല. കുറച്ച് സമയം TV എല്ലാം കണ്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ്ട് എണീക്കുവേ. അന്നേരം സ്നേഹപ്രകടനം കണ്ട അങ്ങനെ അമ്മയും മക്കളും എല്ലാം കിടന്ന് കുറച്ച് സമയം TV എല്ലാം കണ്ടിട്ട് കിടക്കും കേട്ടാ. പിന്നെ കുറച്ച് ഉറക്കം വരുന്ന സമയത്ത് അത് ഓഫാക്കിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങി എണീച്ചിട്ട് പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിത്തമല്ല. അന്നേരം ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കും. ഏകദേശം ഒരു 1:30-2 മണിയാകുമ്പോഴേക്ക് എഴുന്നേക്കുവേ. പിന്നെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങി എണീച്ച് ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് ഒന്നും കൂടി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ റൂമിൽ കയറി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നേരം ഇത് ടാബിൽ ഞാൻ PDF അയച്ചു കൊടുത്തിട്ടുണ്ടായിനി. അന്നേരം അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അനു ആദ്യോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്ന് ശരിക്കും ഒരു വീക്കെൻഡ് ആണേ. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2-3 വീഡിയോ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ടതാണെന്ന്. ഇതിന് ശേഷം ഉള്ളതെല്ലാം ഒറ്റയടിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടാ. അന്നേരം അജയേട്ടൻ പറഞ്ഞു നാളെ എന്തായാലും എക്സാം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ റെഡിയായി നേരെ പുറത്തേക്ക് ഇറങ്ങി. അന്നേരം ആദ്യം തന്നെ ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നേ. അന്നേരം ഈ ചായ അടിക്കുന്നുണ്ടല്ലോ, അത് അതിന്റെ ഇടയിലേല് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അനുവിനെ അധികം TV കാണുന്നതല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല. എന്നിട്ട് നല്ല ഒരു കാപ്പിയെല്ലാം കുടിച്ച് കാപ്പിയെല്ലാം വാങ്ങിച്ച് നേരെ നമ്മളെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് വിട്ടു. ഇത് അധികം പോകുന്ന സ്ഥലമായിരിക്കും, നിങ്ങളെല്ലാവരും ഷോർട്സിലായാലും ലോങ് വീഡിയോയിലായാലും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ വർത്തമാനം പറഞ്ഞിട്ട് കുറച്ച് സമയം ഇരിക്കും. അനുവാദിയാണെങ്കിൽ അവരെ സ്കേറ്റിംഗ് സ്കൂട്ടർ വെച്ചിട്ട് അവിടുന്ന് കളിക്കുക. ഇതാണ് നമ്മളെ നോർമലി ഉള്ള പരിപാടി. ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് തിരിച്ച് കയറാൻ തോന്നില്ല, അത്രയും നല്ല സുഖമുണ്ടിരിക്കാൻ. കാരണം ഇപ്പം സമ്മർ സീസൺ കഴിഞ്ഞ് വിന്ററിലേക്ക് മാറലായല്ലോ, അതിൻ്റെ ഒരു ക്ലൈമറ്റിന്റെ ചേഞ്ച് എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
അന്നേരം അവിടെ തന്നെ ഇരുന്നിട്ട് കുറേ സമയം നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടാ. ഈ ഒരു സൈഡില് കുറച്ച് ചെയറും സെറ്റപ്പ് എല്ലാം ഉണ്ട്. ചെയർ പറഞ്ഞാൽ ഒരു ബെഞ്ച് ടൈപ്പ് അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കുകയെല്ലാം ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ഥലം എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അധികം നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കാം ആൻഡ് ക്വയറ്റ് ആണേ. പിന്നെ ക്ലീൻ പിന്നെ ഏകദേശം ഒട്ടുമിക്ക സ്ഥലങ്ങളും നല്ല ക്ലീൻ ആയിട്ടുള്ളതുകൊണ്ട് അത് പിന്നെ എക്സ്ട്രാ എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നല്ല കാമാ, അധികം കൺജസ്റ്റഡ് ഇല്ലാത്ത ഏരിയ ആണ്. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ്, നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ചെയറും സംഭവങ്ങളൊന്നും എടുക്കണ്ട. നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കാം. പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഇതുപോലെ സംഭവം സൈക്കിളും അങ്ങനെ എടുത്തിട്ട് വരുന്നവർക്കെല്ലാം നല്ലൊരു പ്ലേസ് ആണ് കേട്ടാ. ഇപ്പം നമ്മ 4 പേരും അധികം തിരക്കും ബഹളമൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. നമുക്ക് ആൾക്കാരൊന്നും ബഹളമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൂലക്ക് പോയിട്ട് ഇരിക്കാനാണ് നമുക്ക് 4 പേർക്ക് നല്ല ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. അനുവാദിയും കുറേ പറഞ്ഞണൊക്കെ ഓടിച്ചാടി കളിച്ച് ക്ഷീണം പിടിച്ചു. അന്നേരം പിന്നെ മെല്ലെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്, ചേട്ടൻ്റെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് പിന്നെ അധികം നിൽക്കാനും പറ്റില്ലല്ലോ. ഫുഡെല്ലാം വീട്ടിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഫുഡെല്ലാം വീട്ടിൽ നിന്ന് പോയിട്ട് കഴിക്കാതെല്ല പ്ലാനിങ്ങിലാണ് ഉണ്ടായത്. ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയതല്ലേ, കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയതല്ലേ. അങ്ങനെ നല്ല കാറ്റുണ്ട്, കണ്ട ആ കാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ. അന്നേരം അനുവിനെ അധികം കാറ്റും കൂടി ആകുമ്പോൾ നല്ല കുറേ കിളികളിലും ഉണ്ടായി പാർന്ന്. അന്നേരം ഈ കിളികള് കാറ്റ് കൊണ്ട് കിളികൾക്ക് ശരിക്കും പ്രോപ്പറായിട്ട് കുഞ്ഞു കുഞ്ഞു കിളികൾക്ക് പാറാൻ പറ്റുന്നില്ല. അതെല്ലാം നോക്കിയിരുന്ന് അങ്ങനെ കുറേ സമയം അങ്ങനെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടാ. പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ ഈ വീഡിയോ ഇത്ര വെച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. കാരണം ഇനിയിപ്പോൾ അങ്ങനെ അധികം കാണിക്കാനൊന്നുമില്ല. വീട്ടിൽ പോയി ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്നത് അത്രയില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ കേട്ടാ. ബൈ.